our channel Denu Honey Rose Beauty Weight. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ മേക്കപ്പിന്റെ പ്രാക്ടീസ് ക്ലാസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളൊരു ഗീവ് അവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി 1.6K നമുക്ക് ഫാമിലി മെമ്പേഴ്സ് ഇവിടെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫാമിലിയിൽ ഇനിയും മെമ്പേഴ്സ് വരണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫാമിലിയിൽ ഈ വരുന്ന ഡിസംബർ 25-ന് 25K മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിൽ അംഗമാകണം. അതിനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്ന റൂൾസ്. നമ്മുടെ ഫാമിലിയിൽ 25K മെമ്പേഴ്സ് ആകാനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലെ ഓരോ ഫാമിലി മെമ്പേഴ്സും, അതായത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം, ഓൾറെഡി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തി ആയിരിക്കണം. ആ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തി ആരാണോ ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനെ നമ്മുടെ ഈ ചാനലിലേക്ക് ആഡ് ചെയ്യുന്നത്, ആ വ്യക്തിക്കാണ് നമ്മുടെ ഗീവ് അവേയുടെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എത്ര വേണോ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ ആപ്പ് വേണോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഫേസ്ബുക്ക് വേണമെങ്കിലും വാട്സപ്പ് വേണമെങ്കിലും ഏത് സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് അവർ നമ്മുടെ ഫാമിലിയിൽ അംഗമായി എന്നതിനുള്ള ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ സ്വീകരിക്കുക, അതായത് ശേഖരിച്ച് വെക്കുക. അതുപോലെ തന്നെ അംഗമാകുക മാത്രം പോരാ, നമ്മുടെ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോ അവർ കാണുക. കണ്ടതിന് ശേഷം അതിന് ആ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോയ്ക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമൻ്റ് ആയിരിക്കണം അതിൽ ചെയ്യേണ്ടത്. അപ്പോൾ കമൻറ്റും ചെയ്യണം, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഓൾറെഡി സബ്സ്ക്രൈബും ചെയ്തിരിക്കണം. അപ്പോൾ അതിനുള്ള കറക്റ്റ് പ്രൂഫ് നിങ്ങൾ അവരിൽ നിന്നും ശേഖരിച്ച് വെക്കുക. നിങ്ങളിപ്പോൾ ഒരു 10 മെമ്പേഴ്സിനെയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 10 മെമ്പേഴ്സും നമ്മുടെ ചാനലിൽ വന്നു സബ്സ്ക്രൈബ് ചെയ്തു, കമൻറ്റ് ചെയ്തു എന്നതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾ ശേഖരിച്ച് വെക്കുക. വച്ചതിന് ശേഷം നിങ്ങൾ എത്ര മെമ്പേഴ്സിനെയാണ് ആഡ് ചെയ്ത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരേണ്ടതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന വ്യക്തിക്കാണ് നമ്മുടെ ഗീവ് അവേയുടെ പ്രൈസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 2 പ്രൈസ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ആണ്. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ പ്രൈസ് എന്താണെന്നായിരിക്കും അടുത്ത നിങ്ങളുടെ ചോദ്യം. അപ്പോൾ 2000 റുപ്പീസാണ് ഞാൻ ചോയ്സ് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഗീവ് അവേ വിന്നറിനെ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ ഞാൻ 3 ചോയ്സ് ഇവിടെ കൊടുക്കും. അതായത് 2000 റുപ്പീസ് ആൻഡ് ഒരു മേക്കപ്പ് കിറ്റ്, അതുമല്ലെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ്. അപ്പോൾ ഇതിൽ 3-ൽ ഏത് വേണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അത് അതായത് വിന്നർ ആവുന്ന വ്യക്തിക്ക് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസും ഉണ്ട്. സെക്കൻഡ് പ്രൈസ് 1000 റുപ്പീസാണ്. 1000 റുപ്പീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ 2 ചോയ്സും കൂടി വരുന്നുണ്ട്. അത് ഞാൻ പിന്നീട് നമ്മുടെ ഗീവ് അവേ ടൈമിൽ ഞാൻ എന്തായാലും പബ്ലിഷ് ചെയ്യാം. വേറൊരു കാര്യം, നിങ്ങളിപ്പോൾ മാക്സിമം എത്ര പേരെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ കറക്റ്റ് ഡീറ്റെയിൽ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അംഗമായി എന്നുള്ളതിന് കറക്റ്റ് തെളിവ് നിങ്ങൾ വാങ്ങേണ്ടതാണ്. അതുപോലെ കമൻറ്റും ഉണ്ടായിരിക്കണം. വെറുതെ കയറി നമ്മുടെ ചാനലിൽ കയറി കൂട്ടായി അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആയി എന്നുള്ളത് വെച്ചിട്ട് യാതൊരു കാര്യമില്ല. വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ഗ്യാരണ്ടി ചെയ്തിരിക്കണം. എന്നിട്ട് ആ ചെയ്തിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ടും എനിക്ക് അയക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരാൾ ആഡ് ചെയ്യുന്ന വ്യക്തികളുടെ കറക്റ്റ് എല്ലാ ഡീറ്റെയിലും ശേഖരിച്ച് നിങ്ങൾ 15 മെമ്പേഴ്സിനെയാണോ അല്ലെങ്കിൽ 10 മെമ്പേഴ്സിനെയാണോ ആഡ് ചെയ്തെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽ സഹിതം ഒന്നിച്ച് എടുത്തതിന് ശേഷം ഡിസംബർ 25-ാം തീയതി വരെ ടൈമുണ്ട്. ഈ ഡിസംബർ 25-ാം തീയതിക്കകത്ത് വെച്ച് നമ്മുടെ ഫാമിലിയിൽ 25K ആകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഗീവ് അവേ പ്രൈസ് ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡിസംബർ 25-നകത്ത് 25K ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗീവ് അവേ പിന്നെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും ഓർമ്മയിലിരിക്കണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും, എല്ലാവരും ഈ ഗീവ് അവേ പങ്കെടുക്കുകയും വേണം.
മാക്സിമം എത്രത്തോളം ഫാമിലി ഓരോരുത്തർക്ക് അംഗമാക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ അംഗമാക്കുക. അപ്പോൾ നമ്മുടെ ഫാമിലി നമുക്ക് കുറച്ചുകൂടി വളരണം, കുറച്ചുകൂടി നമുക്ക് നമ്മൾ എന്താ പറയുക വലിയൊരു ബിഗ് ഫാമിലി ആകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. ഇതുവരെ ഉണ്ടാകുന്ന സപ്പോർട്ട് പോലെ തന്നെ ഇനിയും മുന്നോട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ഗീവ് അവേ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആഡ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽ എടുത്തതിന് ശേഷം എല്ലാം കൂടി നിങ്ങൾ ഒരു ദിവസം എനിക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത് അയക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് December 25 ആണ്. അപ്പോൾ January 1 അതായത് 2021 ന്യൂ ഇയർ ഗിഫ്റ്റ് ഫസ്റ്റ് ആർക്കാണോ വിജയി അവർക്ക് എൻ്റെ വക ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ മേക്കപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ സ്കിന്നിലാണ് നമ്മൾ ഇന്ന് ഫേസ് മേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ളൊരു സ്കിന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ടോണറാണ്. ടോണർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ അടുത്ത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ടോണറൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ ബേസാണ്, അതായത് പ്രൈമറാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പ്രൈമർ നമ്മൾ എല്ലായിടത്തും ഫേസ് ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മുടെ ബേബി സ്കിന്ന് പോലെ നല്ല സോഫ്റ്റ് ആവുന്ന ഒരു രീതി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നന്നായിട്ട് പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. മാക്കിൻ്റെ തന്നെ ഫെയർ ടോണിലുള്ള ഫൗണ്ടേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊക്കെ സ്കിന്നിന് ഏതൊക്കെ ഫൗണ്ടേഷനാണ്, ഏത് നമ്പർ ഷെയ്ഡാണ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഫെയർ സ്കിന്നിനുള്ള ഫൗണ്ടേഷനാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡോട്ടായിട്ട് നമ്മുടെ ഫേസും നെക്കും ആയിട്ട് ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം ബ്യൂട്ടി സ്പോഞ്ച് ഉപയോഗിച്ച് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്ത് നമ്മൾ എത്രത്തോളം സ്കിന്നിലേക്ക് അബ്സർവ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ മേക്കപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോണിന് തന്നെ കണക്കാക്കി നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ആരും അത് മറന്നു പോകരുത്. ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സർവ് ആവുന്നതാണ് ആ മേക്കപ്പിൻ്റെ ലാസ്റ്റിംഗ് എന്നും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്ത് ആ ഒരു ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ മേക്കിൻ്റെ തന്നെ സ്റ്റുഡിയോ ഫിക്സ് എന്ന് പറയുന്ന പൗഡറാണ്. ഫെയർ സ്കിന്നിന് ഉപയോഗിക്കുന്ന സ്റ്റുഡിയോ ഫിക്സിൻ്റെ പൗഡറാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിന് പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസ് പൗഡർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലൂസ് പൗഡർ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സ്റ്റുഡിയോ ഫിക്സ് മാത്രം അപ്ലൈ ചെയ്താലും മതി. പക്ഷേ ലൂസ് പൗഡർ കൂടി നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനത് ലൂസ് പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓവറായിട്ട് എവിടെയെങ്കിലും കൂടുതലായിട്ട് പൗഡർ എന്തെങ്കിലും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് അതിനെ മാറ്റിക്കളയുക. അതിനുശേഷം ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഐബ്രോ ആണ്. അപ്പോൾ ഐബ്രോയ്ക്ക് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാൻ എടുത്തിരുന്നത് നമ്മുടെ ലോറിയലിൻ്റെ തന്നെ ഐബ്രോ ഷെയ്ഡിൻ്റെ 2 കളർ വരുന്ന, ഒരു ബ്രൗണും ഒരു ജെല്ലിൻ്റെ കളറുമായിട്ട് വരുന്ന ഒരു ഐബ്രോ ഷേപ്പ് ഇത് വെച്ചാണ് ഞാനിവിടെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ 2 ഐബ്രോയും ഞാൻ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഷേപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഐ ഷാഡോ ഞാനിപ്പോൾ ഇവിടെ ഒരു പിങ്ക് ലെവലിലുള്ള ഒരു ഐ ഷാഡോയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. പിങ്കും ആൻഡ് ഗോൾഡൻ കളറും കൂടി മിക്സ് ചെയ്ത് 2 കളറും കൂടെ മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ ഇവിടെ കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐ ലുക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഹെവി ആയിട്ടുള്ള ഐ ലുക്കൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ആളിൻ്റെ ബ്ലൗസിൻ്റെ കളർ നോക്കിയാണ് ഞാനിവിടെ ആ ഒരു ഷെയ്ഡ് ഞാൻ കണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ നോക്കി വേണം ഐ ഷാഡോയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓരോരുത്തർക്ക് ഐഡിയ ഉണ്ടാകും. ഓരോ ഡ്രസ്സിനനുസരിച്ചും അവരവരുടെ സ്കിന്നിനനുസരിച്ചും ഒക്കെയാണ് നമ്മളിപ്പോൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതിലാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫിനിഷിങ് നമുക്ക് കറക്റ്റ് ആവുന്നത്. നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ എവിടെയായിട്ട് പാച്ചിങ് ലെവൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഐബ്രോയുടെ താഴെയായിട്ടും ആ കണ്ണിന് മുകളിലായിട്ട് ജസ്റ്റ് ഒരു ലെവലിൽ ഞാൻ ഒന്ന്
ഒരു ഹൈലൈറ്റ് ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇവിടെ മാക്കിൻ്റെ ഐലൈനർ ഉപയോഗിച്ചാണ് ഞാനിവിടെ കണ്ണെഴുതുന്നത്. അപ്പോൾ ഐലൈനർ പെന്ന് പോലത്തെ ഒന്നാണ്, മാക്കിൻ്റെ ആണ്. അതുപോലെ തന്നെ മാക്കിൻ്റെ ഒരു ഐ പെൻസിൽ ഉപയോഗിച്ചാണ് ഞാൻ കണ്ണ് വരയ്ക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് എല്ലാം മാക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ ഞാനത് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാം മാക്കിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ മാക്കിൻ്റെ ഒരു ഐ പെൻസിലാണ് ഇപ്പോൾ ഈ കാണുന്നത്. അത് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം ജസ്റ്റ് ഒരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷെയ്ഡ് കൊടുത്താണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് സ്പ്രെഡ് ചെയ്തത്. അതിനുശേഷം മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മസ്കാരയൊക്കെ നമുക്ക് ഏത് കമ്പനി വേണം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മസ്കാര ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. മസ്കാര അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ജസ്റ്റ് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ പീലി നമുക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ലെവലിൽ വരും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ മുകളിൽ മാത്രമല്ല മസ്കാര ചെയ്യേണ്ടത്, ജസ്റ്റ് താഴത്തെ പീലിയിലും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് കൊടുക്കുമ്പോൾ നന്നായിട്ട് കണ്ണിന് നല്ലൊരു ഇത് തോന്നും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് മൂക്കൊന്ന് നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാനത് കാണിക്കുന്നത്, പറയാൻ കാരണം അത്യാവശ്യം തെറ്റില്ലാത്തൊരു മൂക്ക് തന്നെയാണ്. എന്നാൽ ജസ്റ്റ് ഒന്ന് അതെങ്ങനെയാണ് കൺസീൽ ചെയ്ത് നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉപയോഗിച്ചാണ് ഞാൻ ഷേപ്പ് ചെയ്യാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത ലെവലിലുള്ള ഒരു മൂക്ക് തന്നെയാണ്. ജസ്റ്റ് ഒരു ഷേപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചിന്നിൻ്റെ താഴെയായിട്ടും ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഞാൻ ചിൻകട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ ചിൻകട്ട് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമ്മുടെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ആ ഒരു കറക്റ്റ് ഇയർ കോർണറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ചിന്നിൻ്റെ താടിയുടെ ഭാഗത്തേക്ക് വന്നതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്ത് വേണം അത് കറക്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മറന്നു പോകരുത്. ചിലപ്പോൾ നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ ആ ഒരു ഷെയ്ഡ് അവിടെ കാണും. അപ്പോൾ അങ്ങനെ കാണാതെ നന്നായിട്ടൊന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് ആക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതെപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. നമ്മുടെ ബ്ലെൻഡ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമ്മുടെ മേക്കപ്പിൻ്റെ ആ ലുക്ക്, ലാസ്റ്റ് ലുക്ക് വരുന്നതും അങ്ങനെയായിരിക്കും. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് സെൻറ്റർ കണക്കാക്കി ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്തപ്പോൾ ആ മൂക്കിന് കുറച്ചുകൂടി നീട്ടമുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ജസ്റ്റ് നമ്മുടെ ബ്ലഷ് ആണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മൾട്ടി കളറായിട്ടുള്ളൊരു ബ്ലഷാണ്, അത് ഇൻ കളറിൻ്റെ ഒരു ബ്ലഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഐ പെൻസിൽ, അതായത് ലിപ്പ് പെൻസിൽ ഉപയോഗിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യുകയാണ്. അതായത് ലിപ്പിൻ്റെ ഷേപ്പ് ഞാനൊന്ന് നീട്ടി ഒന്ന് കറക്റ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഷേപ്പ് കുറവുണ്ട്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഷേപ്പ് ചെയ്ത് അതിനായിട്ട് ഒരു ഡാർക്ക് കളർ, ബ്രൗൺ കളർ പോലത്തെ ഒരു ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് അതായത് മുകളിലായിരുന്നു താഴെയും കറക്റ്റ് ഞാൻ അത് കണക്കാക്കി വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു റെഡ് ഷെയ്ഡാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോരോ കളറൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് കളറാണ് നന്നായിട്ട് മാച്ചാവുമെന്ന് തോന്നി, അങ്ങനെ റെഡ് കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഒരു മൂക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കാണിച്ചത്, നിങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നത് എന്താണ് ഹെയറിൽ സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഓസിസിൻ്റെ ഹെയർ സ്പ്രേ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഹെയർ സെറ്റിംഗ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഹെയർ സെറ്റിങ്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്ക്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് മാത്രമാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഫേസ് മേക്കപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം അത് കറക്റ്റായി എന്നുള്ളത്. അതുപോലെ തന്നെ സാരി എങ്ങനെയാണ് ഞാൻ ട്രാപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ സാരി ട്രാപ്പൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നേരത്തെ തന്നെ സാരി ട്രാപ്പ് ചെയ്തതിന് ശേഷമാണ് ഫേസ് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രൈഡ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചു തരും. അപ്പോൾ ഫ്ലവർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫ്ലവർ ഞാനൊന്ന് ജസ്റ്റ് ഒരു ലെങ്ത് ഇട്ടല്ല ചെയ്തിരിക്കുന്നത്, വേറൊരു വെറൈറ്റി ലെവലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു റോസ് പെറ്റൽസ് അല്ല, യഥാർത്ഥത്തിൽ അരളിപ്പൂവാണ് അത് വെച്ചാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മാക്സിമം ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുമാത്രം പോരെ, ഫാമിലിയിൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് അംഗമാകുക. നമ്മുടെ ഗീവ് അവേയുടെ കാര്യം ആരും മറന്നു പോകരുത്. എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ.